അങ്ങനെ അതൊന്നും അല്ല, വേറൊരു കാര്യം പറയാൻ എന്റെ നിനക്ക് എല്ലാവർക്കും വെൽക്കം ടു ഡിസ്കോ ട്രോൾസ് ഗൈസ്. നമുക്ക് കുറച്ച് ഡിസ്കോ ട്രോൾസ് കാണാം. നിനക്ക് സാരി ചേരില്ലെന്ന് ആരാ പറഞ്ഞേ? സാരി ഉടുത്തു കഴിയുമ്പോ നിന്നെ കാണാൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഇത് നിക്കോൺ ഇട്ടേക്കുന്നോണ്ട് എനിക്കിത് ആരും അപരാധിച്ചു വെച്ചിരിക്കണം കേട്ടോ. എന്ത് രസമാണ്. പറഞ്ഞോണ്ടിരുന്ന എത്ര നേരം നിക്കോണെ നിന്റെ ഇവന്റെ റോൾ എടുത്ത് ഒരു മിനിറ്റ്. ഇവിടെ എന്താ ചിരി? റോൾ ഈഗിൾ ബോട്ട് സപ്പോർട്ടർ വാലോറന്റ് കണ്ടില്ലേ? കാണിച്ചു കൊടുക്കാം. പ്രൈവറ്റ് ഇൻസൈഡ് ഞാൻ അയച്ചുതരാം. ഇപ്പൊ അയച്ചുതരാം, ഞാൻ ഇൻബോക്സിൽ അയച്ചുതരാം. ഇവനിനി ഇവിടെ റോള് വേണ്ടേ? ഇവന് മോഡറേറ്റർ, റിയോ ഫാമിലി, ബേസ്, എഡിറ്റേഴ്സ്, ഓഫ്ലൈന്, വെയിറ്റിംഗ് ലിസ്റ്റ്. ചാറ്റിലൊക്കെ നീ ദൈവമേ ആളായിട്ട് ജനിച്ചത് ഭാഗ്യം കേട്ടാ. ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്തല്ല, സ്നേഹം ചെയ്തതാണ്. സർവർ ബാൻ അടിയവന്, അവന് സർവർ ബാൻ അടിയവന്. അണ്ണാ മസ്റ്റ് വാച്ച് പടമാണ്. നെയിം ബ്ലാസ്റ്റ്. സ്പോയിലർ ഫ്രീ എഡിറ്റ് ആണെന്ന് കട്ട് ഇഷ്ടമായ പറഞ്ഞു. നല്ല പടമാണോ അത്? ഇപ്പൊ ഈയിടയ്ക്ക് ഇറങ്ങിയ പടമാണോ അതോ നെറ്റ്ഫ്ലിക്സിലുണ്ട്? അണ്ണാ വന്നു തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി, ഇപ്പൊ ഇവിടെ ഇതിൽ വന്നു നെറ്റ്ഫ്ലിക്സിൽ. ഈഗിൾബ്രോ മുമ്പ് ഞാൻ അയച്ച ഡ്രോയിങ് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞത്, റിയാക്ഷൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് എന്റെ പുതിയ പെയിന്റിംഗ് കൂടി ഞാൻ ചേട്ടനെ കാണിക്കാൻ വേണ്ടിയാണ് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഏട്ടാ ഞാൻ 5 years ആയി ഇൻസ്റ്റ യൂസ് ആക്കുന്നത്. ആർട്ട് റീൽസ് എല്ലാം പോസ്റ്റ് ആക്കാറുണ്ട്, ബട്ട് ലൈക്ക് സപ്പോർട്ട് ഒന്നും ഇല്ല. അയാൾ നോട്ട് റീച്ച് എല്ലാം അടുത്ത്. ഏട്ടാ കുറച്ച് മോട്ടിവേഷൻ തരാമോ? എടാ നിനക്ക് സന്തോഷം തരുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മതിയെന്ന് നിനക്ക് വരുമാനവും എല്ലാം കിട്ടുന്ന ഒരു ലെവലിൽ എത്തുന്ന ഒരു ടൈം വരും. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ പറയുള്ളൂ. വേറെ ഒരു മോട്ടിവേഷൻ ഇല്ല. ഇത്രയും കഴിവ് വെച്ചിട്ടാണോടാ ഇവനൊക്കെ? നോക്കടാ ഗോവിന്ദ ഗോവിന്ദ ഹരി കൊലുവോ മനസാഭാവമുലോന. എടാ വരയ്ക്കാൻ അറിയാത്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ വരയ്ക്കാൻ അറിയാത്തവരുടെ വിഷമം. അത് നിനക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. എനിക്കുണ്ടാ വിഷമം. എനിക്ക് വരയ്ക്കാൻ പിന്നളെ എന്റെ അത് തന്നെ. എനിക്ക് വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എന്ത് വരച്ചാലും കുളമായി പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ അന്ന് പറഞ്ഞില്ലേ ഞാൻ പെൻസിലൊക്കെ മേടിച്ചാണ് പൈസ കൊടുത്ത് കൂടിയേ. അപ്പോഴാണ് മനസ്സിലായി പെൻസിലൊന്നും ഒരു കാര്യമില്ല, കഴിവ് വേണോ അതിന്. എടാ കീപ് ഗോയിങ്. ഒരു സർക്കിൾ തലയും ഒരു കോലും വരും ബോഡി. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? എടാ അളിയ ഇതെന്റെ ആദ്യത്തെ പാട്ടാണ്. എടാ ഇത് ഇപ്പൊ എല്ലാവർക്കും കാണുമ്പോ ചിരി വരുമായിരിക്കും, പക്ഷെ ഉണ്ടല്ലോ ആ സമയത്ത് മാഷപ്പ് ട്രെൻഡായി നിന്നില്ലേ? മാഷപ്പ് ട്രെൻഡായി നിന്ന സമയത്ത് ഞാൻ ചെയ്ത പാട്ടായത്. ഇത് അന്ന് നല്ല വാച്ചിങ് ഉണ്ടല്ലോ ഈ വീഡിയോക്ക്. ഈ വീഡിയോക്ക് 1 million എന്തുകൊണ്ട് 1 million ആണോ 400K ആണോ? അല്ല 1 million ഉണ്ടോ? 400K ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് 4 ലക്ഷം വ്യൂസ് അടിച്ച പാട്ടാണ് ഇത് അന്ന് എനിക്ക്. ഇതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ട്. അഭിനയിക്കാൻ മാത്രം എന്നോട്
ഗൈസ് ഇത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ആ ചാനലിന്റെ പേര് ഇപ്പൊ അനുശ്രീ പ്രൊഡക്ഷൻസ് എന്ന് എന്തോ ആണെന്ന് തോന്നുന്നു. ജനിച്ചാ മതിയായിരുന്നു. അയ്യോ എന്ത് ഈ ചെവിക്കകത്ത് പോവാണ് ഈ ബഡ്. അത് അണ്ണാ അത് നമ്മള് നല്ല ആർട്ടിഫിഷ്യൽ ആണ് ബ്രോ. എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ ബ്രോ. എനിക്ക് ഭയങ്കര പ്രശ്നം. എനിക്ക് ഇതിനെ നോക്കി എന്ത് കോപ്രായം വേണേലും എനിക്ക് കാണിക്കാം, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് ഒരാൾ ഫ്രണ്ടിൽ ക്യാമറ എന്നിട്ട് എന്തെങ്കിലും അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് പറ്റുകയില്ല എന്നെ കൊണ്ട്. എനിക്ക് പുതിയ Me searching for my homie, but bro took Mecca and way too serious. എന്തൊക്കെ ഐറ്റം അല്ലേ. അയ്യോ ഈ മാർക്ക് പാണ്ടി അടി 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 അടിച്ചോട് അടിച്ചുകൂടെ അവൻ അണ്ണാക്കി അടിച്ചോട് അവന്റെ അണ്ണാക്കില്. അയ്യോ എടാ നിങ്ങളുടെ പുറയില് ചുമ്മാ അമ്മനിപ്പോ ഇതുണ്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യണ്ട. അമ്മര് തൂറി നാടക പറഞ്ഞാടാ അഭിനയ. അയ്യോ അമ്മ മറ്റേ സാധനല്ലേ അത് സെയിം കേട്ടു. ഈ മാർക്ക് പാണ്ടി അടി 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 അയ്യോ നിങ്ങളുടെ പുറയില് അമ്മനിപ്പോ ഇതുണ്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യണ്ട. അമ്മര് തൂറി ഇതിലും നല്ലൊരു സിനിമാറ്റിക് എൻട്രോ നീലന് കിട്ടാനില്ല കൈ, സത്യം പറഞ്ഞ. ഷൗടെക്സിന്റെ ഈ വീഡിയോയുടെ അത്രയും കിടിലൊരു സിനിമാറ്റിക് ഇൻട്രോ കിട്ടാനില്ല. ഇനി ആരെന്ത് ചെയ്താലും എന്റെ അമ്മ ഇത് എന്ത് സാധനമായിരുന്നു അറിയാം. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എന്ത് രസമായിരുന്നു കാണാനത്. ആ വീഡിയോയില് നീലന് എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്താന്നോ, ആ കാറിൽ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. അളിയ കേരളത്തിൽ എവിടെ ആയിരുന്നാലും വന്ന് തൂറി കവർ കെട്ടി എറിഞ്ഞേനെ. ഇത് യു കെയിലായി പോയി ഞാൻ, മനസ്സിലായ. അതെന്തിനത് അവൻ ഇൻട്രോവേർട്ടായിട്ട് നടന്നാലും ഇതെന്താ ഇത് പ്ലേ ആവാത്ത എന്താ? അവൻ ഇൻട്രോവേർട്ടായിട്ട് നടന്നാലും അടിസമയത്ത് അവൻ ഇച്ചിരി പ്രശ്നക്കാരൻ. അവൻ സിറ്റിയിലെ അവൻ പ്രശ്നക്കാരനാണ്. അതെ ആണ്. ചെറുതല്ല, വലിയ പ്രശ്നക്കാരനാണ്. അതുകൊണ്ടല്ലേ അവൻ ടിവിയിൽ ഇരിക്കുന്നേ അല്ലേടാ. ലോലന്റെ പേരാണാ ചുവന്നെങ്കിലും അമ്പിക്കിട്ടടാ കുറങ്ങല്ല അമ്പിക്കിട്ട എണീക്ക്. എനിക്ക് ഇഷ്ടമുണ്ട് ബ്രോ, എനിക്ക് ഇഷ്ടമുണ്ട്. എന്നെ തന്നെ കണ്ട എല്ലാവരും വെച്ചിട്ടില്ല. എനിക്കിപ്പോഴും ഈ മീറ്റിംഗ് ആലോചിക്കുമ്പോ ചിരി വരും. കത്തിക്ക് പൂളും മേടിച്ച് പോയതാ അന്ന് നമ്മുടെ ഡൗട്ട്ഫാൾ കാണാൻ. എന്റെ അമ്മോ കൊമ്പാച്ച പണ്ടത്തെ ടീം കുറച്ചെങ്കിലും ഉള്ള എന്റെ പുതിയ ടീം ഒട്ടും കൊള്ളൂല കേട്ടാ. 1 മിനിറ്റ് പോലും പിടിച്ചിരിക്കണ്ട. പണ്ടത്തെ ടീമിൽ കൊണ്ടുപോയേ. വെടിവീരനാണ് ഹെലിവീരനാണ്. ഈ മറ്റേ എന്തായിരുന്നു ഫ്രീ വാറിന് ഇറക്കണ വാറിലിറക്കണ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ആ പറയണ അവന്മാരുടെ ഗ്യാങ്ങിൽ മെയിൻ പ്ലേയേഴ്സ് ആയിട്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ വരെ ടി വിയിൽ ഫ്ലോട്ട് വെച്ചിട്ട് കിട്ടി ലോലം കയറി. ഗൈസ് ഇവിടെ ഈ വാറില് ഈ ഇടാത്തത് മോശം പ്ലെയർ ആയതുകൊണ്ടോ അല്ലെ അങ്ങനത്തെ ഒരു സാധനം അല്ല ഗൈസ്. നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പം നമ്മളൊരു പ്ലെയറിനെ പറ്റി താത്ത് പറയണത് വേറൊരാളെ പറ്റി പൊക്കി പറയണത് പോലെ ആയിപ്പോവും. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് നമ്മുടെ ഒരു ഇത് രീതിയിൽ അങ്ങ് ഇടും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രീ വാറിലിടുന്നവൻ ഇതുള്ളൂ, വാറിലിടുന്നവൻ അങ്ങനെയല്ല.
ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയതുകൊണ്ടാണ് അവർ ടി വിയിൽ നിൽക്കുന്നത്. അത് ഞാൻ എന്നും പറയണ കാര്യമാണ്. അല്ലാതെ ഓരോരുത്തർക്കും ഇവിടെ വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഒരു ദിവസം മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ആദ്യത്തെ PC ആയതെൻ്റെ. നിങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ എല്ലാ ഓഡിയൻസും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ശരത്തേട്ടൻ ആദ്യമായിട്ട് മേടിച്ചു തരുന്ന PC ഇതാണ്. ശരത്തേട്ടനെ ഞാൻ ലാസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, നിയോ ടോക്കിയോടെ PC മേടിക്കാൻ പോയപ്പോൾ ശരത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ ആദ്യത്തെ PC നല്ല രാശിയായിരുന്നല്ലേ ഇത്, നിനക്കിപ്പോൾ എത്ര PC കിട്ടിയത്? സത്യമാണത്. എൻ്റെ ഫസ്റ്റ് PC ഇതെൻ്റെ ഹോസ്റ്റൽ റൂമാണ്. എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിൽ, എൻ്റെ റൂമിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിൽ സെറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് തുടങ്ങി. ഇതായിരുന്നു എൻ്റെ iPad. ഞാൻ ഇതിലായിരുന്നു ആ സമയത്ത് കളിച്ചുകൊണ്ടിരുന്നത്, ഈ iPad-ൽ. അങ്ങനെ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ശരത്തേട്ടൻ മേടിച്ച് തരുന്ന ഈ ടേബിളിൽ ഇരിക്കുന്ന എൽഗാട്ടോയാണ്. ഈ എൽഗാട്ടോ കുത്താൻ ലാപ്പ് വർക്കാവാതായപ്പോഴാണ് ഇത് മേടിച്ച് തരുന്നത്. അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ ജേർണി. എന്റെ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം എന്നെ അടുത്ത് പറഞ്ഞു. വെക്കേഷൻ വന്നു, ഞാൻ മമ്മി എടുത്തിട്ട് മമ്മി ചോറ് വിളമ്പാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. മോനെ റേഷനറി കിട്ടില്ല, അതുകൊണ്ട് വൈകുന്നേരം ആവത്തുള്ളൂ, അത് കിട്ടിയിട്ട് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മമ്മി എന്തോ എനിക്ക് ബ്രെഡോ അങ്ങനെ എന്തോ ഉണ്ടാക്കി തന്നു. അത്രയും ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പപ്പയും മമ്മി എന്നെ വിളിച്ചിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചറിയുന്ന ദിവസം അതാ. എനിക്കുണ്ടല്ലോ ഒന്നും മിണ്ടാതെ നേരെ വന്ന് 30 ദിവസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. 30 ദിവസം, ഒരു മാസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. ഒരു വർഷത്തിൽ ഞാൻ കോടീശ്വരനാ. അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല വീഡിയോ എടാ. താങ്ക് യുടാ നാക്സ് എഡിറ്റേഴ്സ്. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. അയ്യോ ഇതാരെ ഫ്രീസ ഗെയിമിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ദ 5 Eagle Gaming മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മോട്ടിവേറ്റഡ് ആയിരുന്നു. അയ്യോ ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ നിനക്ക് TV-യിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? ഒരുത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തൂറി എറിഞ്ഞത് വരെ കണ്ടന്റ് ആയി. എങ്ങനെ ഭയങ്കര ശോകം. ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് TV-യിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? ആ മാസ്ക് ഉണ്ടല്ലോ, ഊരി വലിച്ചിട്ട് വായിക്കാത്ത വെച്ചു മാറി. ഇത് തങ്കനാണ്, തങ്കൻ. എടാ എന്തൊക്കെ പറഞ്ഞാലും അവൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി അവൻ അവൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറയട്ടെ കൈ, സത്യമായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ കൂടെ കളിക്കുന്ന പയ്യന്മാരുടെ ഒക്കെ അച്ഛനൊക്കെ എന്നെ വിളിച്ചിട്ട് എടാ വാസുവേ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കണേ. ഇപ്പം കണ്ണാപ്പിയുടെ അച്ഛൻ എന്നെ എങ്ങനെ വിളിക്കണേ, എടാ വാസു നീ എവിടെ, അവനെ നോക്കിക്കോണേ. മീൻസ് ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ കൂടെ വിടുമ്പോൾ ഉള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ബിൽഡായത്. അത് മാത്രമല്ല, ഇവന്റെ സ്വഭാവ രീതി മാറിയതും ഇവന് പേരൻസിനോടുള്ള കൺസേൺ മാറിയതും എല്ലാം ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്നെ പലവട്ടം അവൻ്റെ അച്ഛൻ വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാം, സീരിയസ് ആയിട്ട് പറയാം, പലവട്ടം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആൻഡ് അവൻ അത് സ്വന്തമായിട്ട് അവൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഗൈസ് കണ്ണാപ്പിയുടെ റൂം ഇത്രയ്ക്ക് അടിപൊളിയാവുമെന്ന്. ഇവൻ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുമല്ലായിരുന്നോ. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവൻ ഇത്രയും നല്ല രീതിയിലൊക്കെ ചെയ്തു വെക്കുമെന്ന്. അവൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം പറയാം ഗൈസ്, നല്ല കിഡിലും ഗെയിമിംഗ് റൂം അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ നിങ്ങളത് കാണണം. അത് ഉടനെ എന്തായാലും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് അവനായിട്ട് നേടിയെടുത്തൊരു കാര്യമാണ്. ഹാപ്പി ഫോർ യുടാ. നമ്മുടെ കൂട്ടത്തിലെല്ലാവരും ഏകദേശം ഇപ്പോൾ എല്ലാവരും സെറ്റായൊക്കെ വരുവാണ്. സന്തോഷമുണ്ട്. അതിൽ നിങ്ങൾക്കും വലിയൊരു പാർട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. നിക്കോൺ ഇൻസ്റ്റാ പോസ്റ്റാ അവനത് പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയില്. സൂപ്പർ നൈസ് ഗുഡ് വൺ. കുറെ DM വരുമായിരിക്കും. ഇത് ഈഗോ വാറാണ്. നീ പാമ്പിനെയാ നീ. ഒരു ഫോട്ടോ നീ ഇല്ലേ എടാ, അത് വേണ്ട. നീ ഇല്ലേ, നീ VC കാലുത്തില്ല, നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും നേരിട്ട് കാണുന്നതിന്റെ അന്ന്.
മറ്റേ കൊട്ടാരക്കരയില് അല്ലല്ല കൊട്ടാരക്കര ബസ് സ്റ്റാൻഡില് മാമൻ കൊണ്ടുപോയില്ലേ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ്. അതെ സോറി മിസ്റ്റേക്ക്. ലേ ദൈവം, ഒരു കൊട്ടത്തേങ്ങ എറിഞ്ഞ് ആ ചെറിയ കല്ലിൽ കൊള്ളിക്കാൻ പറ്റാത്ത നിനക്ക് ഞാൻ കല്ല് ഞാൻ ഇത്തിരി നീങ്ങി കൊടുക്കണമായിരിക്കും. എടുത്തോടാ അതാ അവള് ഇത് ഇருக்கு. എടാ പുള്ളിയുടെ ഒരു സമയദോഷം ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. സത്യമായിട്ടും എടാ ആ സമയദോഷം മാറാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ പോലും പുള്ളിയെ കൊണ്ട് പറ്റണില്ല. ഇത് പ്യൂർ കഴിവില്ലായ്മ. ഇതെങ്ങനെ ഒളിക്കായിരിക്കുന്നേ ജോക്കി? ഞാൻ ഒരു കാര്യം പറയട്ടെ ജോക്കി, വണ്ടർലയിലില്ലേ, വണ്ടർലയിൽ 100 രൂപ കൊടുത്താൽ പാവ എറിഞ്ഞിടാൻ വേണ്ടി അമ്മമാരൊരു സ്പോഞ്ച് വെച്ചൊരു ബോൾ തരും. അത് നമ്മുടെ തൊട്ട് മുന്നിലായിരിക്കും ഇരിക്കുന്നത് കേട്ടാ. ഈ സാധനം മേടിച്ചിട്ട് ജോക്കിയെ കൊണ്ട് ഒരു ദിവസം ഞാൻ എറിയിക്കും. നമ്മളുണ്ടല്ലോ 3 ഗ്ലാസ് വെക്കും അമ്മമാര്, ആ 2 ഗ്ലാസിന്റെ കഷത്തിന്റെ അടി കൂടെ പോകും അത്. പിന്നെ ലാസ്റ്റ് ജോക്കി എന്നിട്ട് മെന്നീഗോ എന്നൊക്കെ പറഞ്ഞ് ജോക്കി കേട്ടിട്ടില്ലേ, ആ പാവയ്ക്ക് ആകെ 250 രൂപയേ ഉള്ളൂ. 3500 രൂപയ്ക്ക് എറിഞ്ഞ് വിനീത് ആ പാവം കഷത്ത് വെച്ച് വണ്ടർലയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം. ജോക്കി ഒരു ഏറിയ 200 രൂപ എന്തുവാണ്, അത് ഇരുന്ന് അവിടെ ഇരുന്ന് എറിഞ്ഞ് 150 രൂപയുടെ പാവം 3000 രൂപയ്ക്ക് മേടിച്ച് കഷത്തൊക്കെ വെച്ച് BGM ഒക്കെ ഇട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിരൺ ചേട്ടനും വിനീതും കൂടെ. ഇത് ചില സമയത്ത് ഇങ്ങനെ ജോക്കി, ഇത് കൊള്ളൂല ചില സമയത്ത്. പുള്ളിയുടെ കഷ്ടകാലം കൂടെ അത്. അല്ല കിരൺ ചേട്ടൻ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇവിടെ ഒരാൾ നിന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നാ, ഇതുകൂടെ കൊണ്ടില്ലായിരുന്ന പുള്ളി അടിച്ചേനെ ഇങ്ങനെ കയറി. അയ്യോ, ജസ്റ്റ് കേരളം തിങ്സ്. These things you can only see in Kerala. Mallu and civic sense, just Kerala things. 2 party people were fighting, suddenly ambulance came. Rest is history. നമ്മളെവിടായിരുന്നു പറഞ്ഞു നിർത്തിയത്? എന്റെ അമ്മോ, ഈ ചുമ മാറ എന്തൊരു ചെയ്യണോ അളിയ, ഒരു വൃത്തികെട്ട പണി. Why you are sad? ഇത് കാണണ എന്റെ ദൈവം നല്ല വിഷമം. അത് നോക്കടാ, സങ്കടം വരുന്നതാ. അയ്യോ ശോകല്ലേ. കാണാത്ത നന്നായി. ലൈവ് കണ്ടിരുന്ന നമുക്ക് കുറച്ചുകൂടെ അത് എഫക്ട് ആയാലും സത്യമായിട്ടും. ലൈവ് കാണുമ്പോൾ ഭയങ്കര വിഷമം വരും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈവ് കാണുമ്പോ. അയ്യോ എല്ലാരും പറഞ്ഞോണ്ട്. ഡോക്ടർ ഫെർണാണ്ടസ് ഡോറസ് ഒരു 320 ഹലോ എടാ എന്റെ അമ്മ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലാണ്. ഓപ്പറേഷൻ ആണെങ്കിൽ ഒരു 360 രൂപയാണെന്ന് പറഞ്ഞു. എന്റെ എന്താവും മേടിച്ചിട്ട കാര്യമുള്ളൂ. ഹലോ, ഞാൻ ശരത്തിന്റെ അച്ഛനാണേ. ശരത്തിനോട് ഞാൻ വിളിച്ച കാര്യം പറയണ്ട. ഞങ്ങളുടെ അമ്മ ഹോസ്പിറ്റലിൽ കുറച്ച് ക്രിട്ടിക്കലാണേ. സർജറി ചെയ്യാൻ ഒരു 360 രൂപ വേണം. ഉണ്ടാവോ? എന്റെ ഇതുവരെ നടക്കോ? ഞാൻ ഡോക്ടർ ഫെർണാണ്ടോ ടോറസ് ആണേ. എന്നിട്ട് ശരത്തിന്റെ അമ്മക്ക് ഒരു സർജറി വേണം. ഡോക്ടർ സിസേറിയൻ വേണം. ഞാൻ ടൂൾ എടുക്കട്ടെ? നോ പേയ്മെന്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 360 എടുക്കാണ്ടോ? സർജറി തുടങ്ങാൻ വേണ്ടിയായിരുന്നു. ഞാൻ ബില്ല് എടുക്കട്ടെ? പണിയെടുത്തിനടാ. ഹലോ, ഞാൻ മറ്റേ ജോജു തമ്പിയാണേ. മറ്റേ ഇത് മറ്റേ സാധനം പോലില്ലേ, ഓയാ കഴക്കൂട്ടം.
എന്റെ കുഞ്ഞുമ്മയുടെ മോളുടെ കൂടെ ഒരു ചെറിയൊരു PSC ടെസ്റ്റിന് വരെ ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രം ഒരു ആസാനില്ല. അതുപോലെ തന്നെ തന്തയില്ലാത്ത ഷർട്ടേ ഒന്ന് വെച്ചിട്ട് പോടാ. ചിലപ്പോ മലയാളത്തിൽ സംസാരിച്ചു പിടിച്ചു വേറെ സാധനമുണ്ട്. ഹലോ, ഞാൻ സെങ്കൽപേട്ടയെന്ന് മുത്തുസ്വാമി പേசுறேன். அந்த சரத்துக்கு அம்மா உடம்பு சரியில்லை. പാണ്ടി കരിമ്പാറ ഷർട്ടേ, നീ ചോറിലേക്ക് ബുദ്ധിയില്ല, നീ മണ്ടണ പൊട്ടാണ്. നീ ഇതെങ്ങനെ കണ്ടുപിടിക്കേ? സൗണ്ട് മാത്രം നമ്പർ കൂടി മാറ്റി വിളിക്കണം പൊട്ടാ. എനിക്ക് ഒരാളെ പറ്റിക്കാനുള്ള ബുദ്ധിയില്ല സ്ഥലത്ത്, നീ അത് മനസ്സിലാക്കി. വേറെ ഐഡിയ ഉണ്ടല്ലേ ഇത്, അവൻ എന്റെ ബുദ്ധി എന്താ ഞാൻ കാണിച്ചു കൊടുക്കാം. ഹലോ, ഞാൻ തെലുങ്കു ചീഫ് മിനിസ്റ്റർ ശിവറായിഡു കറുത്തു അമ്മമ്മടെ കൂടെ സേമണ്ടി ഒരു 360 ഏമണ്ടി ഗൂഗിൾ പേ ഇറക്കുമാ. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാണ്. ശരത്തിന്റെ അമ്മൂമ്മക്ക് എന്തോ വയ്യെന്ന് പറഞ്ഞു ഒരു 360 എടുക്കാൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാ സത്യം പറഞ്ഞ ഞാൻ ഇന്നത്തെ കളിയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പുള്ളിയുടെ പ്രൈം അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ല. ഏറ്റവും ഇന്നത്തെ 3ാമത്തെ ഗോള് എന്റെ അമ്മോ, അത് ഒരു രക്ഷയില്ല. മലയാളം കമന്ററിയിലൂടെ കേട്ടപ്പോഴേ എന്താ എവിടെ പോണ നോക്കണോ, എത്ര പേരാണ് ഇത്? 50 പേര് പുള്ളിയെ തല്ലാനും ഓടിക്കണ പോലുണ്ട് നോക്ക്. സത്യം പറഞ്ഞ ഞാൻ ഒരു രക്ഷയില്ല. മലയാളം കമന്ററിയിലൂടെ കേട്ടപ്പോഴേ ഇത് സ്പീഡ് കൂട്ടിയ വീഡിയോ ആണോ ഇത്? ഇവിടുന്നേ നിക്ക് ഈ രണ്ടുപേരെ ഓടി തോപ്പിക്കുന്ന ഡിസ്റ്റൻസ് നോക്കിക്കോണേ. കണ്ടാ എവിടെ എത്തിയെന്നോ. ബോളിന്റെ കൂടെ ഓടേണ്. സമ്മതിക്കണോടെ. ഇപ്പൊ ഇതാ കണ്ടല്ലേ എന്റെ വിക്കണ്ട നിങ്ങളെ കൊണ്ട്. നീലമിഴി കണ്ണഴക് കണ്ണെഴുതൊരു ചാന്തഴക് ഈ പാട്ടിനോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷെ ഇതാണല്ലോ ട്രെൻഡ് ഈ പാട്ടിന്റെ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. താങ്ക് യു. പുള്ളിയുടെ കൊറേ ആക്ഷൻ ഉണ്ട് ചിരി കേട്ട കാണുമ്പോ. അവിടെ ട്രെൻഡിങ് സോങ് രാഘവ ബീജിയം കുറെ ചെയ്തതാണ്. ഷമീം ബ്രോ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ ദേവൂട്ടന് യമഹയുടെ ഒരു പിയാനോ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തായിരുന്നു. ഞാൻ അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യും വായിക്കാൻ തുമ്പി വളിയ അത് കഴിഞ്ഞ വേറെ തെറി പറയുന്ന പോലെ എന്തോ ഒരു സാധനമായി. അവിടെ വരെ പഠിക്കാൻ ഞാൻ ഒരു 10-20 മിനിറ്റ് എടുത്ത് വരെ പഠിക്കാൻ. രാ വന്നിട്ടേ ഇതൊക്കെ എന്റെ കിട്ടണേ ഞാൻ അടിച്ചു കലക്കി തരുമല്ലോ എന്ന് പറഞ്ഞ രാൻ മടിയിലെടുത്ത് വെച്ചിട്ട് മറ്റേ ഓമനപ്പുഴ കടപ്പുറത്ത് വായിച്ചിട്ട് അതിന്റെ കൂടെ തും ഹി ഹോ ഇങ്ങനെ മാറുന്നത്. രാന്റെ മനസ്സിലായി സിംഗ വെളിയിൽ നിന്ന് കേൾക്കുന്ന എനിക്കെല്ലാം അറിയുന്നു.
കൊള്ളാം നൈസ്. Hey my friend, if Portugal loses tonight, please don't contact me. I need some time to recover. My mental health depend upon this match for upcoming days. ഇന്നത്തെ മാച്ച് അല്ലേ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ? ഒരുപാട് പേരുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാൻ പോണ ഒരു മാച്ച് ആയിരിക്കും. ഇല്ല, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നന്നായിരിക്കട്ടെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൊച്ചിന് യമഹയുടെ കീബോർഡെന്നോ ബ്രോ? ഹാംലീസിലെ ചെറിയ പിള്ളേർക്കുള്ള യമഹയുടെ കീബോർഡ് ഉണ്ട്. ഹാംലീസില് ചെറുത്, അല്ലാതെ വലിയ കീബോർഡ്, വലിയ യമഹയുടെ കൂടിയ കീബോർഡ് അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനൊക്കെ പറഞ്ഞാലാണ് ഇവന്മാർ കറക്റ്റ് സമയമാകുമ്പോ വിളിച്ച് അവരാധിക്കും. സത്യം, മിണ്ടാതിരിക്കുക. നമ്മുടെ വീക്ക്നെസ് വേറൊരുത്തൻ അറിഞ്ഞാൽ അത് അവൻ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കും. ഇപ്പോഴും ഞാൻ പറയാം, ഓർത്തു വെച്ചോ. എന്റെ ആഗ്രഹം ഇന്ന് പോർച്ചുഗൽ ജയിക്കണമെന്നാണ് ഗൈസ്. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. ഇന്ന് പോർച്ചുഗൽ ജയിക്കണം. നമ്മുടെ കൂട്ടിന്റെ ആള് വേണം. ഇന്ന് പോർച്ചുഗൽ ജയിക്കണം. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. എല്ലാവരും ഗൈസ് ബി പോസിറ്റീവ് ഗൈസ്. അത്രേ ഉള്ളൂ. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. 1 year of hard work and finally I made it. നൈസറാ. നിത്യ കല്യാണി തുളസി ഇത് മെയ്ബോണാണോ? മുന്നത്തെ വീട് മെയ്ബോണാണോ? അത് അവനാണോ? അത് കൊള്ളാം. അത്രേ ഉള്ളു. ഇതും അവന്റെ വീഡിയോ, ഇതും അവന്റെയാ. ഇത് അവന്റെ സെറ്റപ്പ് ആണല്ലേ? എവിടെ അത്ര ഉള്ളടാ മോനെ. ഇവിടുന്ന് തുടങ്ങണം. ഇത് മാക്സ് അച്ചീവ്മെന്റ് ആയിട്ട് വെക്കരുത് നീ. ഇവിടുന്ന് തുടങ്ങി ഇത് നിന്റെ ഇപ്പൊ നീട്ട് ആഫ്റ്റർ വീഡിയോ ഒരു 5 വർഷം കഴിയുമ്പോ നിന്റെ ബിഫോർ വീഡിയോ ആയിരിക്കണം. അതാണ് അടുത്ത ടാർഗറ്റ്. ഇത് കാണണ പ്രത്യേകിച്ച് കാണണേ. ആരുടെ യോഗ? കുഞ്ഞിക്കണേ റാണക്ക്. ഈ റാഗണക്ക് നിൽക്കുന്ന ആരാ? ഇതാരാ ശരിക്കും റാഗണക്ക് നിൽക്കണേ? നീല ഞാനിപ്പോ എന്താ കണ്ടേ? അത് തന്നെ എന്തൊക്കെയല്ലേ വളരെ മോശം. വാടിച്ചോക്കണ്ട. നാളെ തൊട്ട് യോഗ ക്ലാസ് ഉണ്ടാവേ ടിവിയിലെല്ലാവർക്കും. ഞാൻ യോഗയ്ക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആരോഗ്യമൊക്കെ നോക്കണം. യോഗയിലൊക്കെ ജോയിൻ ചെയ്യണം നാളെ. ജോക്കി ചന്ദ്രൻ കൊണ്ടാണ് പാർട്ണർ. അറിയില്ല. അതും കൂടി ആരെങ്കിലും കൊണ്ടിടാത്ത ഇൻസ്റ്റ നോക്കണം. 3KD പ്ലെയർ. 3KD ചന്ദ്രനൊക്കെ കരണം തടി കിട്ടിയത് പോലെ ഇരിക്കും. പൈസ സിംഗിളായിട്ടേ ഇപ്പൊ. മോള് പോയടേ. 3KD അല്ല, അവന് കടിയാണെന്ന്. സത്യം ആറൊക്കെ മറച്ചു വിടറ.
പേടിയല്ല കഴിവ്. സാവേജ് ഞാൻ വിചാരിച്ചു വെക്കുന്നു. ഇൻട്രോവേർട്ട് ചിക്കുറല്ലേ ഇത്? ഞാൻ എന്ത് പറയണോ ഇത്? അവതാരപ്പിറവികളുടെ മുഴുവൻ ഈഫ് നരസിംഹം വാസൻ ഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. സിംഹം വരുന്നു, ലാലേട്ടൻ വരുന്നു, സിംഹം വരുന്നു, ലാലേട്ടൻ വരുന്നു. ഐഡിയ കൊള്ളാം. അത് എന്തോരം ചെയ്യാം വേറെ വീഡിയോസ് ഈ ഐഡിയ വെച്ച്. ഏതെങ്കിലും ഒരുത്തന്റെ വായിന്ന് ഇമ്മാതിരി ഒരു സർവറിനെ പറ്റി ഒരു സംഭവം വന്നു കഴിഞ്ഞു. ഏതെങ്കിലും ഒരുത്തന്റെ വായിന്ന് ഇമ്മാതിരി ഒരു സർവറിനെ പറ്റി ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഇപ്പൊ പറയാം, 667 ഗ്യാങ്. ആ ഗ്യാങ്ങില് ഇപ്പൊ ലിസ്റ്റ് ഇട്ട എത്ര മെമ്പേഴ്സ് ഉണ്ടോ എല്ലാത്തിനും പെർമനന്റ് അടി. പച്ചക്ക് പറയുന്നത്, പച്ചക്ക്. ഇതിന്റെ ലാസ്റ്റ് ഫസ്റ്റ് മാണിയാണ് എഴുതിയെടുക്കും. മാസം തന്നെ എന്താ നിനക്കെന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ കാണാൻ വഴി ഇറങ്ങി പോടാ കൊണ്ടു. ബ്രോ, ഞാൻ ഇവിടെ ഒരു സെർവർ നടത്താനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുന്നു. മാർക്ക് മൈ വേർഡ്സ്. ഫ്രണ്ടിൽ ഒരു ഗ്യാങ്ങിനെ നോക്കാൻ പാടാ, പിന്നല്ലേ ഒരു സെർവർ. നീയൊക്കെ സ്വന്തമായിട്ടൊരു സെർവർ തുടങ്ങിയിട്ട് ആ സെർവർ സ്വന്തമായിട്ട് നോക്കി ഗ്യാങ് കൂടെ നോക്കി കഴിഞ്ഞാൽ ജീവിതം വെറുക്കും. മാക്സിമം കൂടിപ്പോയ ഒരു 6 മാസം. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകണില്ല. ഇവിടെ സിറ്റിയിൽ വന്നിട്ട് പോലും കളിക്കാൻ ഇത്രയും നല്ലൊരു ഗ്യാങ് ഉണ്ടായിട്ട് പോലും അവൻ ഇതുവരെ വന്ന് ഒരു RP സ്ട്രീം ചെയ്യാനും പോലും പറ്റാതെ, വീട്ടുകാരുടെ കൂടെ ടൈം പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയാം. ഇതിനകത്ത് പ്രോഫിറ്റ് ഇല്ല, ഇത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുമെന്നൊന്നും ഞാൻ പറയുമല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അതിൻ്റെ 3-1 എഫേർട്ട് വേണ്ട അവന് സ്ട്രീം ചെയ്താൽ ആ പർട്ടിക്കുലർ റവന്യൂ ഉണ്ടാക്കാൻ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അഡ്മിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. ഇത് കുറച്ച് ഈസി ടാസ്ക് അല്ല. അത് മനസ്സിലാക്കാൻ ഉള്ള വിവരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സെർവർ ഡെവലപ്പ് ചെയ്ത ആൾക്കാരുടെയൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ വിചാരം അങ്ങേരാണ് ആ ബാഗിന്റെ ഉടമ്പയെന്ന്. അങ്ങേരത്ത് സംസാരിച്ച് അങ്ങേര് വെയിറ്റ് എല്ലാം സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞ് എടാ എനിക്ക് 29 വയസ്സായി, ഹാർട്ട് അറ്റാക്ക് വരും. അത് കണ്ടു ആ സൗണ്ട് അങ്ങേരാണ് ആ ബാഗിന് സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞ് ഇവനെ ക്രിസ്ത്യാനോ പോർച്ചുഗലിന്റെ മാച്ചുള്ള ദിവസം ഇവന്മാര് ഓഫ്ലൈനിൽ അതേപോലെയാണ് അവരായിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇത്ര എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത്. ഞാൻ ഈ സത്യം തുറന്നു പറയാം. ഗ്രൂപ്പിലിട്ട് ആ ചെറുക്കനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരിത്ര അഗ്രഷൻ കാണിക്കുന്നത്. എന്തൊക്കെ കാണുന്നു. പീക്ക് ഗെയിം പീക്ക് ഇട്ടു. 450 countries take part and 65 millions are killed. This is the deadliest conflict in the human history. Hitler's war machine has launched its Call of Duty അല്ലേടാ ഇത്? Western Europe, pushing it to the brink. Activision കണ്ട
as we brace for our darkest hour. അല്ലല്ല ഇത് മോഡേൺ വാർഫെയറിന്റെ അല്ലേ ഇത്? അല്ല മോഡേൺ വാർഫെയർ അല്ല, സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടാ. ചെറിയ കഥയാണ് പക്ഷെ വിശ്വാസമാണ്. ഇത് ഇറങ്ങിയോ? ആ പിന്നെ എത്ര നാളായി? ഇതിനകത്തൊരു പീക്ക് മിഷൻ ഉണ്ട്, അത് വേറെ ഒരു ഗെയിമിലാണ് അങ്ങനെ ഉണ്ടാവില്ല. അവൈലബിളാ? PC-ലൊക്കെ കളിക്കാൻ പറ്റൂ? ഓ പറ്റും. This day we set upon a mighty endeavor, a struggle to preserve our civilization and to set free humanity. Our sons, pride of our nation, lead them straight and true. Oh, this is the reason. Their road will be long and hard. Men's souls will be shaken with the violences of war. In this hour of great sacrifice, we shall prevail. World War II. ഇതെങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളി? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? കളർ അല്ല കളറാണോ? ആ കറക്റ്റ് ആ വൈബ് കിട്ടും ആണല്ലേ. ഫസ്റ്റത്തെ തൊട്ട് ആ വൈബാണ്. There's an imposter here pretending to be human. Okay, the guy on the right is just searching his briefcase. So, why does he have a reflection in the glass and you don't? മനസ്സിലായില്ലേ ഇതെന്താണ്? ഈ ആനിമെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡെത്ത് നോട്ടിലെ മറ്റേ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അപ്പൊ ഇതില് ഇവന് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ കുറച്ചുകൂടെ ബാക്കിൽ അടിച്ചു കഴിഞ്ഞാല് മറ്റവനെ നോക്കുമ്പോ ഇവന്റെ റിഫ്ലക്ഷൻ അവിടെ കണ്ണാടിയിലില്ല. കുറച്ചുകൂടെ ബാക്കിലേക്ക് ആ പെട്ടി തുറന്നു നോക്കണം, കണ്ട അവന്റെ റിഫ്ലക്ഷൻ അവിടെ ഇല്ല. പക്ഷെ ഈ പെട്ടി തുറന്നു നോക്കണവന്റെ റിഫ്ലക്ഷൻ അപ്പുറത്തുണ്ട് കേട്ടാ. ഓ അതെ അതെ, അവന്റെ ബുദ്ധി ഇതെന്താ? മുറിവേറ്റ് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ കഥയിലെ ഹീറോ ഞാൻ തന്നെ. മുറിഞ്ഞ് അവനൊക്കെ നല്ല ക്യാരക്ടർ ആയിരുന്നു, അല്ലെ? RP ക്യാരക്ടർ നല്ല എന്റർടൈനിങ് പ്ലെയർ ആയിരുന്നു ആ ചെക്കന്. എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ റൂൾ. He walked up to a table where a young woman was sitting alone. Pardon me, may I join you? Suddenly, the woman raised her voice. What? You want to spend the night with me? Are you insane? The entire restaurant went silent. Heads turned, eyes stared. Children today have no morals, someone muttered. I wonder how they'll make it with such dirty minds, another added. Embarrassed, the young man quietly walked away and sat at another table. A few minutes later, the young woman approached him with a smile and said, I'm a psychology student. I wanted to observe how people react when they are publicly embarrassed. Suddenly, the young man raised his voice. $20 for one night? That's way too expensive, madam. The restaurant exploded with laughter. The woman froze. Her face changed. Embarrassment. The young man leaned closer and whispered, I'm a law student, and I know how to turn the tables in my favor. മലയാളത്തിൽ ഒത്തിരി കണ്ടിട്ട് ബസ് കോമഡി ആയിരുന്നു. അതെ അതെ അതെ, ഇത് ബസ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ പറഞ്ഞു, മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. Don't worry, Gunnar, we got this. Oh, bruh, go ahead. What? Come over here. Come over here. I'm coming. എന്തൊക്കെ
അയ്യോ അങ്ങനെ കൊറേ ഈ സാധനം എന്തൊരു കിടിലോ ഗെയിം അല്ലേ ഇത്. ശരിക്കും വരയ്ക്കാൻ അറിയത്തില്ലടാ. ഞാൻ എന്റെ വര സ്കിൽസ് പുറത്താന്ന് വിചാരിച്ചാണ് ഇത് കളിക്കാത്തത്. മനസ്സിലായ എവിടെയായിരുന്നു ഇത്രയും നാൾ? നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന് പണ്ട് കേട്ടാൻ പോയിരുന്നത്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് ചത്തില്ല. കൃപ കൊണ്ടൊന്നുമല്ല, അവന്മാര് കുന്നമില്ലാത്തോട്ട്. ഞാൻ കഴിഞ്ഞ ലൈവിൽ കൂടെ പറഞ്ഞതേ ഉള്ളു ഗൈസ്. ഈ പടം ഇല്ലേ, ഇത് നിങ്ങള് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇരുന്ന് വെച്ച് കണ്ടു നോക്കുക ഗൈസ്. ഈ പടം സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇത് ചിരി വരില്ല. ഈ എൻ്റെ ഫിലിം കാണണം, ഫിലിമായിട്ട് കാണണം നിങ്ങളിത്. എവിടെയായിരുന്നു ഇത്രയും നാൾ? നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന് പണ്ട് കേട്ടാൻ പോയിരുന്നത്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് ചത്തില്ല. കൃപ കൊണ്ടൊന്നുമല്ല, അവന്മാര് കുന്നമില്ലാത്തോട്ട്. അവള് കറുത്തായ നമുക്കെന്ത്? ഞാനിത് പൊട്ടനെ പോലെ ചിരിക്കും, പക്ഷെ ഈ സിനിമ ആവുമ്പോഴും മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. അത് എന്റെ നമുക്കെന്ത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മുമ്പിൽ തലയിൽ കുത്തിരിക്കണോടി. തന്ത അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും. ഹലോ, തോമാച്ച സാറിനൊന്ന് കൊടുക്കും. പിന്നെ എന്റെ ജോലി ഡെയിലി രാവിലെ ഇറങ്ങി ഓരോന്നിനെ കിഡ്നാപ്പ് ചെയ്യലായിരുന്നല്ലോ. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പോ ശിശുക്കൻ തോമ ഉണ്ടോ അവിടെ നിന്ന് ചോദിക്കണം. അതാരെ? അതെന്റെ അച്ഛനാ. അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? തോക്കെടുത്ത് വെടിവെക്കാൻ പറഞ്ഞപ്പോ അവൻ ഡാൻസ് കളിക്കുന്നു. അത് പൊട്ടത്തൊന്നുമില്ല. വഴിയിൽ നിന്ന് കളിച്ചോണ്ടിരുന്ന ഒരു പട്ടാണി ചെക്കനെ പിടിച്ചു വാങ്ങിച്ചതാ. ഇതുപോലെ കുറെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഈ പടം കാണണം. ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു എന്താ പറയാ, ഒരു കോമഡി ത്രില്ലറായത് ശരിക്കും. എല്ലാവർക്കും അറിയും ഈ സിറ്റിയില് ടോപ്പ് ഗ്യാങ് TV. ഇത് ടഫസ്റ്റ് ഗ്യാങ്ങാണ്. മറ്റപടി വേറെന്തോ ഗ്യാങ്ങും. ഇതാരാ? ഇത് ഈസി ലെവലാണ്. ടഫസ്റ്റ് തമിഴ് പ്ലെയർ. TV എല്ലാ മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ് നല്ല പ്ലെയർ ആണ്. മോസ്റ്റ് പ്ലേയേഴ്സ് എല്ലാം നല്ല പ്ലെയർ ആണ്. സോ ടഫസ്റ്റ് പ്ലെയർ TV ഗ്യാങ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. കൊല്ലേണ്ടതിനെ കൊല്ലണം. ദയവ് വിചാരിച്ചു വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കുന്ന സൈസാണെന്ന് വന്നാൽ കരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ വാല തെറ്റുണ്ടോ? കൊല്ലാൻ ഇനിയും നോക്കും. ചാവാതിരിക്കാൻ ഞാൻ ഞാൻ കാര്യം പറയാം ഗൈസ്, നിങ്ങൾ ഇന്നലെ കേവിയുടെ ടർഫ് കണ്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്റെ അമ്മോ, എന്ത് കളിയട കളിച്ച് ഇന്നലെ കേവിയ ടർഫ് കളിച്ച കളി. ഇന്നലെ ആയിരുന്നു മെനഞ്ഞാന്നായിരുന്നു? ഇന്നലെ എന്താ മെനഞ്ഞാന്നാണോ ഇന്നലെയാണോ? അതൊരു ടർഫ് ആയിരുന്നു അത്. അത് കാണാൻ പ്ലക്കി കളഞ്ഞവന്മാരെ. 5M സ്റ്റോപ്പ് ആയാലും ഇവരുടെ ഗ്യാങ് പോകുന്നു. എടാ 5M സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും TV എന്നും അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? You have a message. You have a message. Check it. 5M സ്റ്റോപ്പ് ആയാലും ഇവരുടെ ഗ്യാങ് പോകുന്നു. എടാ 5M സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും TV എന്നും അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? അതായത് കുറച്ചു നാൾ, അത് 2-3 കൊല്ലം എക്സ്ട്രാ നിൽക്കുന്നല്ല ഞാൻ പറഞ്ഞത്. എടാ നമ്മള് ഉള്ളിടത്തോളം കാലം TV എന്തായാലും നിൽക്കും. മനസ്സിലായോ? വാസണ്ണ ഉള്ളിടത്തോളം കാലം എന്തായാലും TV ഉണ്ടാവും. ഒരു മെസ്സേജ് വാസണ്ണൊക്കെ നമ്മൾ അതായത് ഇനി കിക്ക് ചെയ്യുന്നവരെ TVയിൽ നമ്മൾ കാണുകയും ചെയ്യും. മനസ്സിലായോ? కొట్టి పరక
എടാ ഈ ഷൗട്ടെക്സ് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്തേടാ. ഇപ്പൊ ചില പാട്ടുകൾ കേൾക്കുമ്പോ എനിക്ക് ടിവിയുടെ സിനിമാറ്റിക്സ് മാത്രമേ ഓർമ്മ വരുള്ളൂ, അതിന്റെ ഒറിജിനൽ സീൻ പോലും ഓർമ്മ വരില്ല. എടാ എനിക്ക് സത്യമായിട്ട് കുറെ പാട്ടുണ്ട് അങ്ങനെ. ഒരു പാട്ട് ടിവിയുടെ സിനിമാറ്റിക്സ് എനിക്ക് വിഷ്വലായിട്ട് വരണം. എനിക്ക് വേറെ ഈ ഷൗട്ടെക്സിന്റെ വീഡിയോ കണ്ട് സത്യം ചില പാട്ടുകൾ അങ്ങനെ അതിനകത്ത് കേൾക്കണേ. ഇത് നമ്മൾ കണ്ട വീഡിയോ അല്ലേ? സ്ക്രിപ്റ്റഡ് ആണോ എനിക്ക് തോന്നുന്നത്. അത് വേണ്ടതായിരുന്നു. ഇത് ഇവിടെ ചെറുക്കൻ തല ഏക്കാനേ പോകുന്നില്ല അണ്ണാ, ഇവരൊന്നും ഏക്കാൻ പോകുന്നില്ല. സ്ക്രിപ്റ്റഡ് ആണ് അണ്ണാ, ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നിയത്. ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ഉറപ്പാണോ? ഞാൻ ഇതിന്റെ വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു. അവൻ പറഞ്ഞില്ല, അവൻ ചുമ്മാ കിടന്ന് അലർച്ചു. പറയാൻ പറ്റത്തില്ല, ഈ ചെറുപ്പത്തിൽ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇപ്പൊ ഇമാതിരി അഗ്രഷൻ ഒക്കെ കാണിക്കണേ. അങ്ങനെയാണെങ്കിൽ തൂക്കിയെടുത്ത് അവൻ ചെരുപ്പൊക്കെ ഊരി അടിക്കണ്. തിരിയുമ്പോ മറ്റൊരു വെട്ടത്തിൽ വെച്ചോണ്ടിരിക്കണല്ലോ. അപ്പ 4 പേരായിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പ നിങ്ങളിപ്പോ നിൽക്കുന്ന എന്റെ നിൽക്കുന്ന എന്റെ ഡ്രീം ടിവിയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, ഞാൻ എന്താണോ എവിടെ എത്തിക്കണോന്നാണോ വിചാരിച്ചത്, അവിടെ എത്തി നിൽക്കുകയാണ്. നിങ്ങളിപ്പോ ഈ ഉള്ള മെമ്പേഴ്സ് അടക്കം എല്ലാവരും. ഐ ആം വെൽക്കമിങ് KVA Ninja to TVA as TVA Ninja. We are welcoming Stalin to TVA as TVA Stalin. We are welcoming back Oxy to TVA as TVA Oxy. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. അതൊക്കെ ഒരു എപ്പിക് ഡയലോഗ് ആയല്ലേ അത്. പക്ഷെ പറയാതി രാഘവനും ദേവിയും കുന്നേമത്തനും അവന്റെയൊക്കെ ഒടുക്കത്തെ KK ഗ്രൂപ്പും കൂടെ. ഇത് കണ്ട വീഡിയോ അല്ലേ? ഇപ്പൊ താഴത്തെ വീഡിയോ തന്നെയല്ലേ അത്? ഇതും കണ്ട് എന്റെയൊക്കെ തരിപ്പത്തരം. അല്ലല്ല, അത് പിടിയൻസ് തരിപ്പൻ. ഞാൻ എന്താ പറഞ്ഞേ? ഇല്ല, തരിപ്പൻസ് ഞാന് അല്ലേ. ഇവിടെ ചാറ്റ് നിയമവും രാഷ്ട്രീയക്കാരെയും കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഇയാളെ പോലുള്ളവരെ പിടിച്ചു കെട്ടി എന്റെ മകനെ രക്ഷിക്കാൻ എനിക്കറിയാം. ഇവൻ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ വരും. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ കുന്നത്ത് മാധവന്മാർ ചങ്കുപൊട്ടി പറയുകയാണ്.